എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ആരെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും കോളേജ് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോളേജാണ് ലഭിച്ചിരിക്കുന്നത്? ടോക്കൺ ഫീ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ടോക്കൺ ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ആകത്തുള്ളൂ. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. ഇനി നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീട് വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇനി ടോക്കൺ ഫീ എന്താണെന്ന് നമുക്ക് നോക്കാം. ടോക്കൺ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഫീ അല്ല. അതായത് നിങ്ങൾ കൊടുക്കുന്ന ടോക്കൺ ഫീ നിങ്ങളുടെ ഫീയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫീസിൽ നിന്ന് വരുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ഇത്. അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ബാക്കി വരുന്ന ഫീ മാത്രം അടച്ചാൽ മതിയാകും. എങ്ങനെയാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്, എത്ര രൂപയാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നേഴ്സിംഗിന് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ടോക്കൺ ഫീ 10,000 രൂപയാണ് അടയ്ക്കേണ്ടത്. അതേപോലെ തന്നെ ഫീ കൺസെഷൻ ഉള്ള കുട്ടികളുണ്ട്. അതായത് SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, ഇവരൊക്കെ 1000 രൂപ മാത്രം ടോക്കൺ ഫീ അടച്ചാൽ മതിയാകും. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് 25,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ ഫീ കൺസെഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ 1000 രൂപ മാത്രം അടച്ചാൽ മതിയാകും. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾ 1000 രൂപ മാത്രം ടോക്കൺ ഫീ അടച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജാകാം, ഇഷ്ടമില്ലാത്ത കോളേജാകാം, ഏത് കോളേജാണെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. ആഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. അത് മാത്രമല്ല, പിന്നീട് വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ വഴിയും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ടോക്കൺ ഫീ അടയ്ക്കുന്ന റെസീപ്റ്റ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, കോളേജ് ഒന്നും താല്പര്യമില്ലാത്ത കോളേജാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടോക്കൺ ഫീ അടച്ച റെസീപ്റ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ടോക്കൺ ഫീ അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ടോക്കൺ ഫീ റെസീപ്റ്റ് കയ്യിൽ സൂക്ഷിക്കണം. ഓൺലൈൻ വഴി അടച്ചാലും ചെല്ലാൻ വഴി അടച്ചാലും ആ റെസീപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇനി 3 അലോട്ട്മെന്റും കഴിഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും റീഫണ്ട് പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യാനില്ല. ടോക്കൺ ഫീ അടയ്ക്കുക, നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ കോളേജ് ജോയിനിങ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഓപ്ഷൻ അല്ല ലഭിച്ചത്, 5th അല്ലെങ്കിൽ 6th 10th ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അതായത് മുകളിലുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 5th ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ അതിന് മുകളിലേക്കുള്ള ഏതെങ്കിലും കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ അതിനുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ സെയിം കോളേജിൽ കിട്ടാം, ചിലപ്പോൾ മുകളിലുള്ള ഏതെങ്കിലും കോളേജിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ മാറി വരാനും സാധ്യതയുണ്ട്. തേർഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ തേർഡ് അലോട്ട്മെന്റിലായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ലഭിക്കുന്നത്.
ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പുതിയ കോളേജ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 3 അലോട്ട്മെന്റുകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സെക്കൻഡോ തേർഡ് അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി 3 അലോട്ട്മെന്റിലും ഒരു കോളേജും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 3 അലോട്ട്മെന്റിന് ശേഷവും പിന്നീടും സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അത് 3 അലോട്ട്മെന്റിന് ശേഷം സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകളിലേക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഈ അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നീട് കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, ഒരിക്കൽ ടോക്കൺ ഫീ അടച്ചു, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചു, നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്തു, സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റുകളിലേക്ക് പരിഗണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക. മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 10,000 രൂപയും ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് 1000 രൂപയാണ് ടോക്കൺ ഫീ വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 25,000 രൂപയും ഫീ കൺസെഷൻ ഉള്ളവർക്ക് 1000 രൂപയാണ് ടോക്കൺ ഫീ വരുന്നത്. ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ചെല്ലാന്റെ ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ വഴിയും നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഫീ പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയ റെസിപ്റ്റ് കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. അഡ്മിഷന്റെ സമയത്തും അതുപോലെ തന്നെ റീഫണ്ട് ചെയ്യേണ്ട സമയത്തൊക്കെ ഈ റെസിപ്റ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റിൽ അഡ്മിഷൻ ഒന്നും ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റുകളുണ്ട്. അതിനുശേഷം സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകളുണ്ട്. സോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ബാക്കി വരുന്ന ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും നിങ്ങൾ പേ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സും ഫീ പേയ്മെന്റും നടത്തി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ 3 അലോട്ട്മെന്റിലും നിങ്ങൾക്ക് കിട്ടിയ കോളേജ് താല്പര്യമില്ലാത്ത കോളേജാണ് ലഭിച്ചത്, പക്ഷെ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് പിന്നീട് വരുന്ന സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക, ടോക്കൺ ഫീ അടച്ച്. അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ നെക്സ്റ്റ് അലോട്ട്മെന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. താങ്ക്